إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ജീവിതത്തിൽ എന്തെല്ലാം സ്വപ്നങ്ങൾ നമുക്കുണ്ട് എന്ന് ചോദിച്ചാൽ എന്തൊക്കെ നമുക്ക് പറയാനുണ്ടാകും? ഒരുപക്ഷെ ദീർഘമായ സമയം ഒരു പേപ്പറിനകത്തിരുന്ന് എഴുതിയാലും തീരാത്ത അത്ര ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണ് നമ്മൾ. സഹോദരങ്ങളെ, അതില് എത്ര സ്വപ്നങ്ങളെ നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും? എത്ര എണ്ണം യാഥാർത്ഥ്യമായി നമ്മുടെ കൈകളിൽ അത് പൂവണിഞ്ഞു കിട്ടും? വളരെ കുറച്ചായിരിക്കും. നമ്മൾ സ്വപ്നം കണ്ട് സാക്ഷാത്കരിക്കപ്പെട്ട യാഥാർത്ഥ്യമായി തീർന്ന എത്ര സ്വപ്നങ്ങളെ നമുക്ക് അനുഭവിക്കാൻ കഴിയും, ആസ്വദിക്കാൻ കഴിയും? മനോഹരമായ വീടുണ്ടാക്കി ആ വീട്ടിലേക്ക് താമസം മാറുന്നതിന്റെ തലേന്നാൾ മരണപ്പെട്ടുപോയ എത്രയോ സംഭവങ്ങൾക്ക് നമ്മൾ സാക്ഷികളായിട്ടുണ്ട്. വിവാഹത്തിന് വേണ്ടി എല്ലാം ഒരുങ്ങി തയ്യാറായി വിവാഹം നടക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് ആക്സിഡന്റ് ആയി, വരൻ മരണപ്പെട്ടു. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ദിവസത്തിലേക്ക് അടുക്കുന്നതിന്റെ 2-3 ദിവസം പിന്നീട് വിവാഹം ഉറപ്പിച്ച പെൺകുട്ടിയെ അയാളുടെ സഹോദരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. എനിക്കറിയാവുന്ന ഒരു സംഭവമുണ്ട്. ഇങ്ങനത്തെ ഒരുപക്ഷെ 100 കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉദ്ധരിക്കാനും ഓർത്തെടുക്കാനും സാധിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ദുനിയാവ് ഇങ്ങനെയാണ്. ഇവിടുത്തെ സ്വപ്നങ്ങൾ എല്ലാം പൂവണിയാനുള്ളതല്ല. അത് കുറെ കാലം പ്രതീക്ഷകളായി മനസ്സിൽ ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് കൊണ്ടു നടക്കണം. ഇവിടെ പൂവണിഞ്ഞ സ്വപ്നങ്ങളെല്ലാം നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ അനുഭവിക്കാനോ ആസ്വദിക്കാനോ സാധിക്കുന്നതാകണമെന്നില്ല. എല്ലാം കയ്യിൽ വന്നണഞ്ഞപ്പോഴും അത് അനുഭവിക്കാൻ ആരോഗ്യസ്ഥിതി സമ്മതിക്കാത്ത ആളുകൾ നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്കി, ഒരു പരിധിയുമില്ലാതെ സ്വപ്നം കാണാനും സ്വപ്നം കണ്ടതെല്ലാം യാഥാർത്ഥ്യമാക്കാനും അതെല്ലാം അനുഭവിച്ച് തീർക്കാനും കഴിയാവുന്ന ഒരു ഇടം ഉണ്ട്, ഒരു ലോകമുണ്ട്. നമ്മെ കാത്തിരിക്കുന്ന അള്ളാഹുവിന്റെ മഹത്തായ ഒരു സമ്മാനമാണ്. നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത, മറക്കാൻ പാടില്ലാത്ത, എപ്പോഴും ഉള്ളിൽ കൊണ്ടു നടക്കേണ്ട ഒരു സ്വപ്നമാണത്. നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം നമുക്ക് ലഭിക്കും. നമ്മൾ എന്തെല്ലാം ഇച്ഛിക്കുന്നുണ്ടോ അതൊക്കെ നമ്മുടെ കയ്യിൽ വന്നണയും. അത് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ ആസ്വദിക്കാനും അനുഭവിക്കാനും സാധിക്കും. സൂറത്ത് സുഖ്റഫിലെ 71-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, യുതാഫു അലൈഹിം ബിസുഹാഫിൻ മിൻ ദഹബ് വഅക്വാബിൻ വഫീഹാ മാ തശ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അയ്യുൻ വഅൻതും ഫീഹാ ഖാലിദൂൻ. സ്വർണ്ണത്തളികകളിൽ, സ്വർണത്തിന്റെ ചഷകങ്ങളിൽ അവർക്ക് ചുറ്റും പലതും ഇങ്ങനെ ചുറ്റി നടക്കും. പല വിഭവങ്ങളും കൊണ്ട് അവർക്ക് ചുറ്റും സേവകരിങ്ങനെ ചുറ്റി നടക്കും. അല്ലാഹു പറയുന്നൊരു വാചകമുണ്ട്,
മനസ്സുകൾ എന്തിനു വേണ്ടിയാണോ ആഗ്രഹിക്കുന്നത്, ഇച്ഛിക്കുന്നത്, അവർക്കത് അവിടെ ലഭിക്കും. വതലദ്ദുൽ ഐൻ അഅ്യുൻ, എന്തെല്ലാമാണോ കണ്ണിന് ആസ്വാദനം ലഭിക്കുന്നത് അതെല്ലാം അവിടെ അവർക്ക് ലഭിക്കും. വഅൻതും ഫീഹാ ഖാലിദൂൻ, നിങ്ങൾ അതിൽ എന്നും ശാശ്വതരായിരിക്കും. നമുക്ക് ഓഫറുകളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊരു ഷർട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ പലരും ഒരു വസ്തു എന്തെങ്കിലും ഉപകരണം വാങ്ങുന്നുണ്ടെങ്കിൽ അല്ലെ കടകളിൽ ഇങ്ങനെ കയറി നോക്കും എവിടെ വിലക്കുറവ്. ചില ആളുകളൊക്കെ ഓൺലൈനിൽ നോക്കും ഏത് കാലത്ത് ഏത് സീസണിലാ ഓഫർ ഉണ്ടാവുക, കൂടുതൽ ഓഫർ നോക്കുക. സുഹൃത്തുക്കളെ, നമുക്ക് കിട്ടാവുന്നതിലെ ലോകത്ത് ഒരാൾക്കും ലഭിക്കാത്ത, ഒരാൾക്കും നൽകാൻ കഴിയാത്ത വലിയ ഓഫറാണ് അള്ളാഹു അതിലൂടെ നൽകുന്നത്. ഈ വാചകത്തെ, ഈ ആയത്തിന്റെ ഈ ശകലത്തെ പൂർണ്ണമായും മനസ്സിലാക്കാനുള്ള മാനസികമായ കരുത്ത് പോലും നമുക്കുണ്ടോ നമ്മൾ ചിന്തിച്ചു പോകും. നമ്മുടെ ചിന്തക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര വലിയ ഓഫർ. നിങ്ങൾ എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നുവോ അതവിടെ. ഇതിനേക്കാൾ വലിയ ഓഫർ നൽകാൻ ലോകത്ത് ആർക്ക് സാധിക്കും? ഇതിനേക്കാൾ വലിയ ഓഫർ എവിടെയാണ് നമുക്ക് കിട്ടുക? വേറെ ഭാഗത്ത് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതവിടെ നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾക്ക് അവിടെ ഉണ്ടാകും. സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്തതാണ്. ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ, വിശ്വാസികൾ നന്മ ചെയ്തവർ ഉന്നതമായ സ്വർഗത്തിലായിരിക്കും. അവരവിടെ അർത്ഥമില്ലാത്ത വ്യർത്ഥമായതൊന്നും കേൾക്കുകയില്ല. ഫീഹാ ഐനുൻ ജാരിയ, അതിലൊഴുകുന്ന പുഴയുണ്ട്. ഫീഹാ സുറുറും മർഫൂഅ, അതിൽ ഉയർത്തി സംവിധാനിക്കപ്പെട്ട ചാരുകട്ടിലുകളുണ്ട്. വഅക്വാബും മൗദൂഅ, അവിടെ നിരത്തിവെക്കപ്പെട്ട പാനപാത്രങ്ങളുണ്ട്. വനമാരിഖു മസ്ഫൂഫ, അവിടെ ഇങ്ങനെ അണിയണിയായി വെച്ച തലയണകളുണ്ട്. വസറാബിയ്യു മബ്സൂസ, വിരിക്കപ്പെട്ട പരവതാനികളുണ്ട്. വിരിച്ചു വെക്കപ്പെട്ട പരവതാനികളുണ്ട്. സ്വർഗത്തെ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു. എത്ര വിശാലമാണ്! എത്ര ആളുകൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും, എത്ര ആളുകൾക്ക് അവിടെ താമസിക്കാൻ കഴിയും അല്ലെ? ഒരു വീട്, വലിയ വീടാണ്, ആഡംബരമാണ് അല്ലെ? ആളുകളുടെ സമ്പത്തിന്റെ ഒരടയാളം എവിടെ കാണാൻ പറ്റുക? വീട് നോക്കിയാൽ അങ്ങനെ. വീടാണ് മിക്ക ആളുകളുടെയും സാമ്പത്തിക സ്ഥിതിയുടെ അളക്കാനുള്ളൊരു അളവ് പോയി. വലിയ വീടാണ്. വിശാലത കൂടുന്തോറും നമുക്കത് വല്ലാത്ത ആസ്വാദനം നൽകുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രതാപം വർദ്ധിക്കുന്നു എന്നൊക്കെയാണ് ചിന്തിക്കുക. നമുക്ക് സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ വാചകം എന്താ അറിയോ? സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ. ഈ മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക് മത്സരിക്കുക, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ മത്സരിക്കുക. അതിന്റെ വിശാലത എത്രയാണെന്നറിയാമോ? ഈ ഭൂമി മുഴുവൻ സ്വർഗമാണെങ്കിലോ എത്ര വലുപ്പമുണ്ടാവും? അല്ല, ഭൂമിയും ആകാശവും ഉൾപ്പെടുന്നതാണ് സ്വർഗം. അത്ര വിശാലതയുണ്ട് സ്വർഗത്തിന് എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്വർഗത്തിലെ എല്ലാം മനോഹരമാണ്. അള്ളാഹുവിനെ സ്നേഹിച്ച്, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന്റെ നിയമങ്ങൾ അംഗീകരിച്ച്, റബ്ബിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ പ്രപഞ്ചത്തെ അഖിലം സൃഷ്ടിച്ചവൻ ഒരുക്കുന്ന സമ്മാനം എത്ര വലുതായിരിക്കും അല്ലെ? നമ്മൾ പറയാറുണ്ട് 13.5 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളുന്നതാണ് സൂര്യനെന്ന്. സൂര്യൻ എത്ര വലുപ്പുണ്ടാവും? ജീവജാലങ്ങൾ നോക്കൂ, എന്തൊക്കെ തരത്തിലുള്ള അത്ഭുതങ്ങൾ ജീവജാലങ്ങളിൽ കാണുന്നുണ്ട് അല്ലെ? നമ്മുടെ ചുറ്റും വീട്ടിന്റെ ഉമ്മറത്തിരുന്ന് പുറത്തെ തൊടിയിലേക്ക് ഇങ്ങനെ നോക്കിയാൽ എന്തെല്ലാം തൈകൾ, മരങ്ങൾ അവിടെയുണ്ട്. എല്ലാത്തിനും ഒരേ മണ്ണാണ്, ഒരേ വെള്ളമാണ്. പക്ഷെ അതിലെ പൂക്കളുടെ നിറങ്ങൾ വിഭിന്നമാണ്. അതിലെ ഫലങ്ങളുടെ മധുരം, ടേസ്റ്റ് വ്യത്യസ്തമാണ്. 13.5 ലക്ഷം വലുപ്പമുള്ള സൂര്യനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനത്തെ എത്ര സൂര്യന്മാർ, നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്? ആയിരക്കണക്കിന് കോടി നക്ഷത്രങ്ങളെന്നല്ല, 1000 നക്ഷത്രങ്ങളെന്നല്ല, ആയിരക്കണക്കിന് കോടി നക്ഷത്രങ്ങളുണ്ട്. ഞാൻ ഇതൊക്കെ പറഞ്ഞെന്തിനാണെന്നറിയോ? ഇതൊക്കെ സൃഷ്ടിച്ച അള്ളാഹു ഉണ്ടല്ലോ, അവൻ നമുക്ക് വേണ്ടി ഒരുക്കുന്ന സമ്മാനം അത് എത്ര വലുതായിരിക്കും, എത്ര സുന്ദരമായിരിക്കും.
നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട്, നമ്മുടെ ചെറിയ ചിന്ത കൊണ്ട് അതിന്റെ ഉള്ളിലിട്ട് ഭാവനയിൽ കൊണ്ടുവരാൻ കഴിയുന്നതല്ല ആ സ്വർഗം. സ്വർഗത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഒരു വാചകം നമുക്ക് കാണാൻ കഴിയും. എന്താ പറഞ്ഞത്? പ്രവാചകൻ പറഞ്ഞു, അതിലെ ഭവനങ്ങൾ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കല്ലുകൾ കൊണ്ടുണ്ടാക്കിയതാണ്. അതിന്റെ അന്തരീക്ഷം മുഴുവൻ കസ്തൂരിയുടെ സുഗന്ധമാണ്. അതിലെ ചരൽ കല്ലുകൾക്ക് മുത്തുകളെ പോലെയാണ്. അതിന്റെ മണ്ണ് കുങ്കുമമാണ്. ആരെങ്കിലും അതിലേക്ക് പ്രവേശിച്ചാൽ അവനത് ആസ്വദിക്കും, അവൻക്കൊരിക്കലും മടുപ്പുണ്ടാവുകയില്ല. അവനതിൽ നിത്യവാസിയായിരിക്കും, ഒരിക്കലും മരിക്കുകയില്ല. അവന്റെ വസ്ത്രങ്ങൾ നുരുമ്പിച്ചു പോവുകയോ അവന്റെ യുവത്വം നശിച്ചു പോവുകയോ. മടുപ്പില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ ലോകത്ത്? എന്താണെങ്കിലും കുറെ കാലം ഉപയോഗിച്ച് നമുക്കൊരു മടുപ്പ്, ഒരു മാറ്റം വേണം. നമ്മൾ ചിന്തിക്കും സുഹൃത്തുക്കളെ, മടുപ്പില്ലാത്ത ലോകമാണ് സ്വർഗ്ഗം. ഒന്നും മടുക്കൂല, ഒന്നും അവസാനിക്കൂല. അന്ന് പ്രയോഗിച്ചെന്താ? നിങ്ങളുടെ യുവത്വം നശിച്ചു പോകൂല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശികളോട് പറയണ്ടേ, നിങ്ങൾ സംതൃപ്തരാണോ? നമ്മളെപ്പോഴും ഉദ്ധരിക്കാറുള്ള ഹദീസാണ്. അല്ലാഹുവേ, ഞങ്ങൾ എന്തിന് സംതൃപ്തരാകാതിരിക്കണം? അത്ര നീ ഞങ്ങൾക്ക് തന്നില്ലേ, ഞങ്ങളെ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ. ലോകത്തൊരാൾക്കും കൊടുക്കാത്തത്ര ഞങ്ങൾക്ക് നീ തന്നിട്ടുണ്ട്. അല്ല പറയാ, ഞാൻ കുറച്ചും കൂടി തരാം, ഇനി കുറച്ചും കൂടി തരാം. ഇത് പറയുന്നൊരു വാചകമുണ്ട്, നിങ്ങൾ ഇനി എന്നും യുവാക്കളായിരിക്കും, നിങ്ങൾക്കിനി വാർദ്ധക്യമില്ല. പ്രായം ചെന്ന ഒരു വല്യമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ സ്വർഗത്തിൽ ഉണ്ടാകുമോ? നബി പറഞ്ഞു, ഉണ്ടാവില്ല. അവർ വിഷമിച്ച് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ തിരിച്ചു വിളിച്ചിട്ട് നബി പറഞ്ഞു, സ്വർഗത്തിൽ വൃദ്ധരുണ്ടാവില്ല. എല്ലാ വൃദ്ധ സ്വർഗത്തിൽ വാർദ്ധക്യത്തിൽ മരിച്ചു പോയാലും അവരുടെ പ്രായം യുവത്വമായിരിക്കും, അവർ യുവത്വമായിരിക്കും. നിങ്ങൾക്ക് ഇനി എന്നും ജീവനുണ്ടാകും, നിങ്ങൾക്ക് മരണമില്ല. നിങ്ങൾ ഇനി എന്നും ആരോഗ്യമുള്ളവരായിരിക്കും, നിങ്ങൾക്ക് രോഗം ഉണ്ടാവില്ല. അതാണ് സ്വർഗം, വിശാലമായ ലോകം, എന്നും യുവത്വത്തിൽ. നോക്കൂ, സ്വർഗത്തിലെ ഒരു അങ്ങാടിയെ കുറിച്ച് പറയുന്ന വാചകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് കാണാം. ഇന്ന ഫിൽ ജന്നതി സൂഖൻ യഉതൂനഹാ കുല്ല ജുമഅത്തിൻ. എല്ലാ വെള്ളിയാഴ്ചയും സ്വർഗത്തിലെ ആളുകൾ ആ അങ്ങാടിയിലേക്ക് വരും. ഒരു വടക്കൻ കാറ്റ് അവരെ തഴുകി കടന്നു പോകും. പ്രവാചകൻ ഉപയോഗിച്ച വാക്കാണ്. അതവരുടെ മുഖങ്ങളിലൂടെ വസ്ത്രങ്ങളിലൂടെ കടന്നു പോകും. കുട്ടിക്കാലത്തെ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? ബാല്യത്തിലെത്തിയാൽ, കൗമാരത്തിലെത്തിയാൽ, യുവത്വത്തിലെത്തിയാൽ, അല്ലെ, യുവത്വം വിട്ടുപോകരുതേ നമ്മൾ ആഗ്രഹിക്കും. ഒരു മുടി നരക്കുമ്പോ, ശരീരത്തിൽ ഒരു കറുത്ത കുത്ത് വീഴുമ്പോ, ഒരു പല്ല് ഇളകുമ്പോ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം. എന്താ? എന്റെ ആരോഗ്യം ക്ഷയിക്കുകയാണ്, എന്റെ സൗന്ദര്യം നശിക്കുകയാണ്. ഓരോ ആഴ്ചയും ആ കാറ്റവരെ തഴുകി കടന്നുപോയാൽ അവരുടെ സൗന്ദര്യം വർദ്ധിക്കുമെന്ന്. അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകും. ആ വെള്ളിയാഴ്ചയിലെ വൈകുന്നേരം അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയാൽ വീട്ടുകാര് അവരുടെ ഇണകൾ അവരെ സ്വീകരിക്കും. എന്നിട്ട് പറയും, വല്ലാഹി ലഖദ് ഇസ്തദതും ഹസ്നം വജമാല, നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ട്. അവര് തിരിച്ച് വീട്ടിലുള്ളവരോട് പറയും, വല്ലാഹി ലഖദ് ഇസ്തദതുന്ന ഹസ്നം വജമാല, എന്റേത് മാത്രമല്ല നിന്റെ സൗന്ദര്യവും വർദ്ധിച്ചിട്ടുണ്ട്. ഓരോ ആഴ്ച കഴിയുമ്പോഴും വാർദ്ധക്യത്തിലേക്ക് നടന്നെടുക്കുകയും ശരീരത്തിൽ ക്ഷയം സംഭവിക്കുകയുമല്ല ചെയ്യുന്നത്. സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന വല്ലാത്തൊരു ലോകമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മരണമില്ലാത്ത ലോകം, യുവത്വം നശിക്കാത്ത ലോകം, രോഗമില്ലാത്ത ലോകം. നോക്കൂ, അവിടുത്തെ വീടുകളെ പരിചയപ്പെടുത്തി വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് കാണാം, പ്രവാചകൻ പഠിപ്പിക്കുന്നത് കാണാം. ഇന്നലിൽ മുഅ്മിനി ഫിൽ ജന്നതി ലഖൈമതൻ മിൻ ലുഅ്ലുഅത്തിൻ വാഹിദത്തിൻ മുജവ്വഫ തൂലുഹാ ഫിസ് സമാഇ 60 മൈലൻ. അവിടെ ഒരു മുത്തിൽ തീർത്ത ഒരു വീട് വിശ്വാസിക്ക് സ്വർഗത്തിൽ അല്ലാഹു കൊടുക്കും. ഒരു കൂടാരമാണ്, ഒരു മുത്തിൽ തീർത്ത കൂടാരം. 60 മൈൽ അതിന് നീളമുണ്ടാകും. ഒരാൾക്ക് കിട്ടുന്നതാണ്.
അതിന്റെ നീളം 60 മൈലുണ്ട്. നോക്കൂ, ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറെ സഹായം ചെയ്ത ഒരാളാണ്. സഹോദരിമാരൊക്കെ ശരിക്കും കേൾക്കണം, മതരംഗത്തൊക്കെ ഇടപെടുന്ന ആളുകളെ പിന്തിരിപ്പിക്കേണ്ടവരല്ല സ്ത്രീകൾ. എന്തേ ഒരു ദിവസം ഒരാവശ്യത്തിന് പോയി വൈകി വരുമ്പോൾ എന്തേ വൈകിയെന്ന് ചോദിക്കേണ്ടവരല്ല, സ്നേഹത്തോടെ വാതിലോർന്ന് കൊടുക്കേണ്ടവരാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ സഹായിച്ച ആളാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ ബീവി നബിയുടെ അടുത്തേക്ക് നൂറുമലയുടെ മുകളിലേക്ക് ഭക്ഷണവുമായി കടന്നു ചെല്ലുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ അവിടെയുണ്ട്. ജിബ്രീൽ നബിയോട് പറയാണ്, നബിയെ, നിങ്ങളുടെ ഭാര്യ ഖദീജ വരുന്നു. ഇഖ്റ അലൈഹസ്സലാമു മിന്നി വമിൻ റബ്ബിഹ. അല്ലാഹു സലാം പറഞ്ഞാണ് ഖദീജ ബീവി. ഒരു മനുഷ്യന് തന്നെ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ മഹത്വം. ഖദീജയോട് എന്റെ സലാം പറയണം. ജിബ്രീൽ പറയുന്നു, ഖദീജയോട് അല്ലാഹുവിന്റെ സലാം പറയണം. വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്നതി മിനൽ യാഖൂത്ത്. ഒരു മുത്തിൽ തീർത്ത വീട് അല്ലാഹു ഖദീജക്ക് സ്വർഗ്ഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഒരു മുത്തിൽ തീർത്ത വീട്. അല്ലേ? വിശുദ്ധ ഖുർആനിലും സമാനമായ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്ന ഫിൽ ജന്നതി, ഹദീസിൽ കാണാം, ഖുറഫൻ യുറാ ളാഹിറുഹാ മിൻ ബാതിനിഹാ وباطنها من ظاهرها أعده الله تعالى لمن أطعم الطعام وألان الكلام وتابع الصيام وصلى بالليل والناس نيام. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, ധാരാളമായി പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന മനുഷ്യർ. വഅലാനൽ കലാം, സൗമ്യമായി സംസാരിക്കുന്നവർ. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതൊന്നൊരു കാരണമല്ല, ദേഷ്യം വരുമ്പോൾ പിടിച്ചിരുത്തണം. അതാണ് വിശ്വാസം. മനുഷ്യന്മാരോട് മോശമായി സംസാരിക്കാൻ പാടില്ല. അലാനൽ കലാം. ഒരാൾ സൗമ്യമായ ഒരു വിശ്വാസി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ദൗർബല്യമല്ല, എല്ലാവരുടെ കാര്യത്തിലും വിശ്വാസത്തിന്റെ ഗുണമാണ്. നോക്കൂ, അലാനൽ കലാം, നന്നായി സൗമ്യമായി സംസാരിക്കുക. തുടർച്ചയായി സുന്നത്ത് നോമ്പുകൾ എടുക്കുക. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക. അവർക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ട്. അതിന്റെ പുറത്തേക്ക് നിന്ന് നോക്കിയാൽ അകത്തേക്കും അകത്ത് നിന്ന് നോക്കിയാൽ പുറത്തേക്കും കാണാം. ഒരു മനോഹരമായ മണിമേടയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആനിലും ഇതിന് സമാനമായ സൂറത്ത് സുമറിൽ ഇതിന് സമാനമായ വാചകം നമുക്ക് കാണാൻ സാധിക്കും. അത്രമേൽ സൗന്ദര്യവും അത്രമേൽ അനുഗ്രഹങ്ങളും നിറഞ്ഞതാണ് സുഹൃത്തുക്കളെ. അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. സ്വർഗത്തിലെ പുഴകളെ കുറിച്ച് പറയുന്ന ഒരു വാചകം, മസലുൽ ജന്നത്തില്ലത്തി വഅദൽ മുത്തഖൂൻ. തഖ്വയുള്ള ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ച അവന്റെ സ്വർഗത്തിന്റെ ഉപമ, ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ. അതിൽ വെള്ളത്തിന്റെ മനോഹരമായ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതിൽ കുടിക്കുന്നവർക്ക് ആസ്വാദനം നൽകുന്ന മദ്യത്തിന്റെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിൽ പിന്നെ ശുദ്ധമായ തേനിന്റെ തേനാറുകളുണ്ട്. അതിന്റെ ആദ്യ ഭാഗത്ത് രുചിക്കൊരു വ്യത്യാസവും വരാത്ത പാലിന്റെ പാലാഴികളുണ്ട്. സ്വർഗത്തിൽ പാലാടികളുണ്ട്, സ്വർഗത്തിൽ തേനാറുകളുണ്ട്, സ്വർഗത്തിൽ മദ്യത്തിന്റെ പുഴയുണ്ട്, സ്വർഗത്തിൽ സാധാരണ വെള്ളത്തിന്റെ പുഴയുണ്ട്. ഞാൻ ഈ അടുത്തൊരാൾ എനിക്കൊരു വീഡിയോ അയച്ചു. അതിലെന്താ പറയണമെന്നറിയോ? ഒരാളിതിനെ പരിഹസിക്കാൻ, എന്താ പരിഹാസം? പാലിന്റെ പുഴയോ, പാലിന് ഭംഗി ഉണ്ടാവണമെങ്കിൽ അത് കുപ്പിയിൽ കിട്ടണം. ഒരു കുപ്പിയിൽ കിട്ടുന്നതല്ലേ പാലിന് സൗന്ദര്യം. പുഴ ഉണ്ടായതിനത് ഭംഗിയാണ്. നമ്മുടെ സുഹൃത്തുക്കളെ, സ്വർഗത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിലെ പഴങ്ങളെ കുറിച്ച് പറയുമ്പോൾ, സ്വർഗത്തിലെ മരത്തെ കുറിച്ച് പറയുമ്പോൾ, സ്വർഗത്തിലെ വീടുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയാണ് അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഈ വാചകങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ, നമ്മുടെ ഭാവനയിലൂടെ ഒരു ചിത്രം കടന്നു പോകുന്നുണ്ടാകും. അതല്ല സ്വർഗം. ഉറപ്പിച്ചു പറയാൻ പറ്റും, അതല്ല സ്വർഗം. ഖുർആൻ പറഞ്ഞെന്നറിയോ? മാലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും. അവർക്ക് വേണ്ടി രഹസ്യമാക്കി വെച്ചതെന്തൊക്കെയെന്ന് ലോകത്തൊരു മനുഷ്യനും അറിയില്ല. സൂറത്ത് സജ്ജദ.
ഒരു മനുഷ്യനും അറിയില്ല. അപ്പൊ പാലാടി എന്ന് പറഞ്ഞ് നമ്മളിവിടെ കാണുന്ന പാല് പുഴയിലൂടെ പാലിങ്ങനെ ഒഴുകി എങ്ങനെയെന്ന് ചിന്തിക്കരുത്. ആൾക്കാർ വേസ്റ്റ് എറിയുന്ന ദുർഗന്ധം വമിക്കുന്ന അല്ലേ, അതാണോ സ്വർഗത്തിലെ പുഴ? നമ്മളിവിടെ കാണുന്ന തോട്ടിലൂടെ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ഏതെങ്കിലും ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന തോടാണോ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണേണ്ടതല്ല. പ്രവാചകൻ പറഞ്ഞൊരു വാചകമുണ്ട്, അത് മനസ്സിൽ വെച്ചിട്ട് സ്വർഗത്തെ നമ്മൾ അളക്കാൻ പറ്റൂ. ആ വാചകം മനസ്സിൽ വെച്ചിട്ട് സ്വർഗത്തെ അളക്കാൻ പറ്റൂ. എന്താ വാചകം അറിയോ? മാല ഐനുൻ റഅത്, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ല. വല ഉദുനുൻ സമഅത്, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ല. വല ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെയും ഭാവനയിൽ കൊണ്ടുവരാൻ കഴിയുന്നതേ അല്ല. നമ്മുടെ മനസ്സിൽ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ കടന്നു വരുന്ന ചിത്രങ്ങളെ അല്ല സ്വർഗം. അല്ലാഹുവിന്റെ റസൂൽ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കാൻ, ഒരു കണ്ണും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യനും തന്റെ ഭാവനയിൽ കൊണ്ടുവരാൻ കഴിയാത്ത മനോഹരമായ ഒരു ലോകം, അതാണ് സ്വർഗം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ, സ്വർഗ്ഗത്തിന് 100 പദവികളുണ്ട്, 100 തട്ടുകളുണ്ട്. അഅദ്ദഹല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം നടത്തുന്നവർക്ക്, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പണിയെടുക്കുന്നവർക്ക് അല്ലാഹു തയ്യാറാക്കി വെച്ചതാണത്. മാ ബൈന ദറജതൈനി കമാ ബൈന സമാഇ വൽ അർദ്, 2 തട്ടുകൾക്കിടയിലുള്ള വലുപ്പം അകലം എത്രയാണെന്നറിയാമോ? ഭൂമിക്കും ആകാശത്തിനും ഇടയിലുള്ള അത്രയും വിശാലതയാണ്. നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫിർദൗസ് ചോദിക്കണം. സ്വർഗത്തിന്റെ നടുവിൽ ഏറ്റവും മുകളിലായിട്ടുള്ള അല്ലാഹുവിന്റെ അർശിന്റെ തൊട്ടു താഴെയുള്ള മനോഹരമായ സ്വർഗത്തിലെ ഏറ്റവും നല്ല ഇടമാണ് ഫിർദൗസ്. അവിടെ നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോ ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അത്ര വിശാലമായ, അത്ര എന്താ പറയാ, തട്ടുകളുള്ള ലോകമാണ് സ്വർഗം. നിങ്ങൾ നോക്കി, ഒരു ന്യൂനത അവിടെ ഉണ്ടാവില്ല, ഒരു ന്യൂനത ഉണ്ടാവില്ല. ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞല്ലോ, സ്വർഗത്തിലെ ഭക്ഷണത്തെ കുറിച്ച്, വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ, നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന പഴങ്ങൾ കിട്ടും, അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പക്ഷികളുടെ മാംസങ്ങൾ കിട്ടും. ആദ്യം സ്വർഗത്തിൽ കിട്ടുന്ന ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞത് കബദുൽ ഹൂത്ത് എന്നാണ്. മത്സ്യത്തിന്റെ കരളായിരിക്കും സ്വർഗനിവാസികൾക്ക് അല്ലാഹു കൊടുക്കുന്ന ആദ്യത്തെ ഭക്ഷണം. ആ സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങൾ അതിങ്ങനെ തൊട്ടടുത്ത് നിന്ന് പറിച്ചെടുക്കാൻ കഴിയും. ഐനം ഫീഹാ തുസമ്മാ സൽസബീല, സൽസബീൽ എന്ന് പേരുള്ള മനോഹരമായ അരുവി ആ സ്വർഗത്തിലുണ്ട്. അതിൽ നിന്ന് അവർ കുടിപ്പിക്കപ്പെടും. എന്തൊക്കെയാണ് സ്വർഗത്തെ കുറിച്ച് കൊടുത്ത ഭക്ഷണം. ഈ ഭക്ഷണം കഴിച്ച മനുഷ്യന്റെ വിസർജനം എങ്ങനെയായിരിക്കും നോക്കൂ. ഒരു ഹദീസ്, യഅകുലു അഹ്ലുൽ ജന്നതി ഫീഹാ വയശ്റബൂൻ, സ്വർഗത്തിലെ ആളുകൾ ഭക്ഷണം കഴിക്കും, സ്വർഗത്തിലെ ആളുകൾ വെള്ളം കുടിക്കും. വലയതഹവ്വതൂൻ, പക്ഷെ അവർക്ക് മലവിസർജനമില്ല. വലയംതഹിതൂൻ, അവർ മൂക്ക് ചീറ്റുകയില്ല. വലയബൂലൂൻ, അവർ മൂത്രമൊഴിക്കുകയില്ല. വേറെ ഹദീസിൽ കാണാം വലയത്ഫുലൂൻ, അവർ തുപ്പുകയില്ല. ചില സ്ഥലത്ത് കാണാൻ ബോർഡ് എഴുതി വെച്ചിരുന്നു, നിങ്ങൾ ഇവിടെ കാറി തുപ്പരുത്. കാരണം എന്താ? അതൊരു ഒരു അറപ്പുളവാക്കുന്ന സംഗതി അല്ലേ? ഒരു അറപ്പുണ്ടാവും നമുക്ക്. അറപ്പ് തോന്നുന്ന ഒരു ചെറിയ ന്യൂനത പോലും ഇല്ലാത്ത അല്ലാഹുവിന്റെ ലോകമാണ് സ്വർഗ്ഗം. ഒരല്പം പോലും, ഒരു ചെറിയ ന്യൂനത പോലും. അപ്പൊ ഈ ഭക്ഷണം കഴിച്ച മനുഷ്യൻ എന്ത് സംഭവിക്കും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാകിൻ തുആമുഹും ദാലിക ജുശാ കറശ്മിൽ മിസ്ക്, അവർക്ക് ഒന്നുകിൽ ഒരു ഏമ്പക്കം പോലെ ആയിരിക്കും, അല്ലെങ്കിൽ വിയർപ്പായിരിക്കും. ആ വിയർപ്പിനും കസ്തൂരിയുടെ സുഗന്ധമാണ്. ആ വിയർപ്പിനും കസ്തൂരിയുടെ സുഗന്ധമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ആ സമ്മാനമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ, വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായി നിലനിൽക്കേണ്ടത്. ആ സ്വപ്നത്തെ തകർത്തു കളയുന്ന, ആ ലക്ഷ്യത്തിലെത്താൻ നമ്മുടെ മുന്നിൽ തടസ്സങ്ങളായി, കടമ്പകളായി നിൽക്കുന്ന ഒരു അമലുകളും ഒരു പ്രവർത്തികളും ഒരു ചിന്തകളും ഒരു ജീവിത ശൈലിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല.
ആ നിലക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ കളക്ഷൻ പള്ളി പരിപാലന ഫണ്ടിലേക്കുള്ളതാണ്. എല്ലാവരും മനസ്സറിഞ്ഞ് ഈ റബ്ബിന്റെ ഭവനത്തെ പരിപാലിക്കുന്നതിന് വേണ്ടി സ്വതഖകളിൽ നിന്ന് നൽകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്നറിയാമോ? സ്വർഗത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്തായിരിക്കും? അത് നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ഒരു ബാക്കി ഭാഗമുണ്ട്. അള്ളാഹു സ്വർഗാവകാശികളോട് 3 തവണ ചോദിക്കുന്നു, നിങ്ങൾ സംതൃപ്തരാണോ? 3ാമത്തെ തവണ ചോദിക്കുമ്പോഴും സ്വർഗത്തിലെ ആളുകൾ പറയാ, കൈഫലാ നർദാ യാ റബ്ബ്, ഞങ്ങൾ എന്തിന് അള്ളാഹുവെ തൃപ്തിപ്പെടാതിരിക്കണം? അത്ര നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹ് പറയണം, എന്നാ ഞങ്ങൾക്ക് കുറച്ചും കൂടി തരാം, കുറച്ചുകൂടി ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം. ഫയക്ഷിഫുൽ ഹിജാബ് ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം. അപ്പോൾ മറ നീങ്ങിയാൽ സ്വർഗത്തിലെ ആളുകൾ അല്ലാഹുവിനെ കാണും. റസൂൽ പറയുന്നു, ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം. അല്ലാഹുവിനെ കണ്ണുകൊണ്ട് കാണുക എന്നതിനേക്കാൾ ഇഷ്ടമുള്ള ഒന്നും സ്വർഗത്തിൽ വേറെ ഉണ്ടാവില്ല. ഒരു മനുഷ്യന് ഏറ്റവും സന്തോഷം പടച്ച റബ്ബിനെ കാണാൻ വല്ലാത്ത സംഭവമല്ലേ? ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവിനെ പരിപാലകനെ നമ്മ ഉണ്ടാക്കിയ അല്ലാഹുവിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുക എന്നാൽ അതിനേക്കാൾ വലിയ നിഅമത്ത് എന്താണ്? നമ്മള് ഏറ്റവും അടുത്തൊരാളെ ഒരു 10 കൊല്ലത്തിന് ശേഷം കണ്ട എന്താ സംഭവിക്കും? നമ്മൾ കെട്ടിപ്പിടിക്കും, നമ്മളെ കണ്ണ് നിറയും, അല്ലെ? നമ്മൾ കരഞ്ഞു പോകും. അത് സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ഇവിടുത്തെ ഏറ്റവും സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ഒരാളെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടെങ്കിൽ അല്ലാഹുവിനെ കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം എത്രയായിരിക്കും? ആ പ്രവാചകൻ പറഞ്ഞത്, ഏറ്റവും അധികം ഒരു വിശ്വാസിക്ക് ഇഷ്ടമുള്ളത് അല്ലാഹുവിനെ കാണലായിരിക്കും. അതിനോളം വലിയ സന്തോഷം വേറൊന്നുണ്ടാവില്ല. പ്രവാചകൻ പറഞ്ഞു, 14ാം രാവിലെ മേഘങ്ങളില്ലാത്ത മാനത്ത് നിങ്ങളൊരു പൂർണ്ണ ചന്ദ്രനെ കാണുന്ന അതേപോലെ അല്ലാഹുവിനെ കാണും. സ്വർഗത്തിൽ വിശ്വാസികൾ കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. സുഹൃത്തുക്കളെ, നമ്മൾ എന്തിനാ അവിടെ ജീവിക്കുന്നത്? നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? നമ്മളോട് ആ ചോദ്യം ചോദിച്ചു നോക്കി. കുറെ സമ്പാദിക്കാനാണോ? കുറെ ഭക്ഷണം കഴിക്കാനാണോ? കുറെ ആസ്വദിക്കാനാണോ? എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗത്തിലെത്തി അള്ളാഹനെ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു നിമിഷത്തിൽ നമുക്ക് സാക്ഷികളാവാൻ കഴിയും, നമുക്ക് കാണാൻ കഴിയും. ഈ ജീവിതം അവിടെയാണ് അവസാനിക്കേണ്ടത്. ഇവിടുത്തെ നൈമിഷികമായ ആസ്വാദനം നൽകുന്ന മതവിരുദ്ധമായ ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല എന്നല്ല. മതം അനുവദിച്ച ഒരുപാട് ആസ്വാദനങ്ങളുണ്ട്. അതൊന്നും നമ്മൾ ഹറാമാക്കാൻ പാടില്ല. അല്ലാഹ് ഹലാലാക്കിയതൊന്നും ഹറാമാക്കാൻ പാടില്ല. പക്ഷേ നമ്മുടെ ദീനിന് വിരുദ്ധമായ, നമ്മുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ, നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതിന്റെ ആസ്വാദനത്തിനെല്ലാം ചെറിയ ആയുസ്സേ. അത് തന്നെ കുറച്ച് വലിയ കുറ്റമുള്ള, കുറച്ചും കൂടി അത് ഒരു തെറ്റാണെന്ന് അറിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആസ്വാദനമേ ഉണ്ടാവില്ല. അയാളുടെ മനസ്സിലെപ്പോഴും ഒരു കുറ്റബോധം അയാളെങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. പറഞ്ഞില്ലേ, ആക്ഷേപിക്കുന്ന മനസ്സ് വേണ്ടിയിരുന്നില്ല, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. സമാധാനം നഷ്ടപ്പെട്ടു പോകും. തെറ്റു ചെയ്യുന്നവന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ആസ്വാദനങ്ങൾ അതിന്റെ യഥാർത്ഥ തലം പരലോകത്തെനിക്ക് കിട്ടണം എന്ന ചിന്തയോട് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് നമ്മൾ നന്മകളിൽ സ്വർഗത്തിന് എത്ര വാതിലുണ്ടെന്ന് നിങ്ങൾക്ക്? സ്വർഗത്തിന് എത്ര വാതിലുകളുണ്ട്? 8 കവാടങ്ങളുണ്ട് സ്വർഗത്തിൽ. നരകത്തിന് 7 ഉള്ളൂ. സ്വർഗത്തിനൊന്ന് അധികമാണ്. കാരണം അള്ളാന്റെ ശിക്ഷയേക്കാൾ കൂടുതൽ അള്ളാന്റെ കാരുണ്യം. ആ 8 കവാടങ്ങൾക്ക് പേരുകളുണ്ട്. എന്താ പേര്? പിന്നെ നിസ്കാരത്തിൽ ശ്രദ്ധിക്കുന്ന ആളാണെങ്കിൽ അയാളെ
ബാബു സ്വലാത്തിലൂടെ വിളിക്കപ്പെടുന്ന ബാബു സ്വലാത്തുണ്ട്, ബാബുൽ ജിഹാദുണ്ട്, പിന്നെ ബാബു സിയാം റയ്യാനുണ്ട്, ബാബു സ്വതഖയുണ്ട്. ഇങ്ങനെ ഓരോ നന്മയുടെ പേരിലുമാണ് ഓരോ കവാടങ്ങളുള്ളത്. നിസ്കാരം നന്നായി ശ്രദ്ധിച്ചു വന്ന നിസ്കാരത്തിന്റെ വാതിലുകൾ. നോമ്പ് കൃത്യമായി കൂടുതൽ അതിന് പരിഗണന കൊടുത്തു. നോമ്പിന്റെ റയ്യാനിലൂടെയാണ് വിളിക്കുന്നത്. അയിന സായിമൂൻ എന്ന് വിളിക്കുന്നത്. എവിടെയാ നോമ്പുകാർ? സദക്ക കുറെ കൊടുത്ത ആൾക്കാരെ സദക്കയുടെ വാതിലിലൂടെയാണ് അവർ സ്വർഗത്തിലേക്ക് പോകുക. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അധ്വാനിച്ചവരെ ബാബുൽ ജിഹാദിലൂടെയാണ് അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ നബിയോട് അബൂബക്കർ തന്നെ ചോദിക്കുകയാണ്, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് മാ അലാ മൻ ദുഇയ മിൻ തിൽകൽ അബ്വാബി മിൻ അദ്റൂറ. അതിലെ ഫഹൽ യുദ്അ അഹദും മിൻ തിൽകൽ അബ്വാബി കുല്ലിഹി. ഏതെങ്കിലും ഒരു വാതിലിലൂടെ എന്തായിരുന്നാലും ക്ഷണിക്കപ്പെടണമല്ലോ. 8 വാതിലിലൂടെയും വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടാവോ? 8 വാതിലിലൂടെയും അത് ആണ് കടക്കാൻ സൗകര്യം ചെയ്യപ്പെടുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, നഅം അർജു അൻ തകൂന മിൻഹും. അബൂബക്കറെ, 8 വാതിലിലൂടെയും പ്രവേശനം ലഭിക്കുന്ന ആളുകൾ ഉണ്ടാകും, നീ അവരിൽപ്പെട്ടവനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇഷ്ടമുള്ള വാതിൽ കൂടെ കയറി. സുബ്ഹാനല്ലാഹ്. നമ്മൾ പ്രവേശിക്കുന്ന സ്വർഗത്തിന്റെ വാതിലേതായിരിക്കും? നമ്മൾ ചിന്തിക്കുക. നമ്മളോട് ചോദിക്കുക, നിസ്കാരത്തിന്റെ വാതിലാണോ, നോമ്പിന്റെ വാതിലാണോ, സദഖയുടെ വാതിലാണോ, ജിഹാദിന്റെ വാതിലാണോ? ഏത് വാതിലൂടെയായിരിക്കും നമുക്ക് പ്രവേശനം ഉണ്ടാവുക എന്ന് നമ്മളോട് ചോദിക്കണം. ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ നമ്മുടെ നിസ്കാരത്തിന്റെ നോമ്പിന്റെ വാതിലൂടെ മദീന്ന് തീരുമാനിച്ച 5 വക്ത് നിർബന്ധ നിസ്കാരം ഒഴിവാക്കിയാൽ പോകില്ല. 5 വക്ത് നിർബന്ധമാണ്. അതിനപ്പുറം നിസ്കാരത്തിന് പരിഗണന കൊടുക്കുന്ന ആളുകൾക്കാണ് നിസ്കാരത്തിന്റെ വാതിലൂടെ ക്ഷണിക്കപ്പെടുന്നത്. അഥവാ നന്മകളാണ് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക. അതിനനുസൃതമായ നന്മകൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു നമുക്ക് തയ്യാറാക്കി കാത്തുവെച്ചിട്ടുള്ള ആ മഹത്തായ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു അതിനെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ കഠോരമായ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുന്ന മഹാഭാഗ്യവാന്മാരെ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സ്നേഹനിധികളായ നമ്മുടെ മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.